ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പം നമ്മൾ ഇന്നലെ മനസ്സിലാക്കി OBയുടെ ഹിസ്റ്റോറിക്കൽ ഇവല്യൂഷൻ നമ്മൾ മനസ്സിലാക്കി. ഇന്ന് നമുക്ക് നോക്കുന്നതാണ്, ഇതിൽ പോയിന്റ്സ് മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ. എക്സ്പ്ലനേഷൻ ബുക്ക് നോക്കിയിട്ട് അതോടൊപ്പം തന്നെ വായിച്ച് നോക്കി പോകാം കേട്ടോ. ഫൗണ്ടേഷൻസ് ഓഫ് ഓർഗനൈസേഷണൽ ബിഹേവിയർ, OBയുടെ ഫൗണ്ടേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം നമ്മൾ നോക്കുമ്പം നമുക്ക് ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും, മോഡേൺ ആയിട്ടുള്ളതും ഏൻഷ്യൻ്റ് ആയിട്ടുള്ളതിലും മോഡേൺ ഓർഗനൈസേഷൻ ബിഹേവിയർ റിച്ച് ഇൻ്റലക്ച്വൽ ഹിസ്റ്ററിയാണ്. റിച്ച് ആണ്, ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ OB വളരെ റിച്ച് ആണ്. വിച്ച് പ്രൊവൈഡ്സ് എ ബേസ് ഫോർ വാട്ട് വി നോ ടുഡേ. ഇപ്പോൾ OBനെ കുറിച്ച് ഒരു ഓർഗനൈസേഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ അവിടെ OB എങ്ങനെ അപ്ലൈ ചെയ്യണം, അവിടുത്തെ എംപ്ലോയീസിൻ്റെ ഇടയിൽ OB നമുക്ക് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ളത് ഓരോ മാനേജേഴ്സും അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ നടത്തുന്നവർക്ക് അറിയുന്നത് എന്തുകൊണ്ടാണ്? മോഡേൺ OB അത്രയ്ക്കും റിച്ച് ആയ കാരണമാണ്, ഇന്റലക്ച്വൽ കപ്പാസിറ്റി കുറച്ച് കൂടുതലായ കാരണമാണ്. അപ്പൊ ക്ലാസിക്കൽ തിയറീസ് നോക്കുമ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും, ഓർഗനൈസേഷൻ ആസ് വെൽ ആസ് എ മാനേജ്മെന്റ് ഹാസ് എൻ റോൾ ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്. ഇപ്പൊ നമ്മൾ മാനേജ്മെന്റിനെ ഫങ്ഷൻസിനെ കുറിച്ച്, അതുപോലെ തന്നെ മാനേജ്മെന്റിന്റെയും ഓർഗനൈസേഷന്റെയും ഒക്കെ തിയറീസ് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാകും, റോൾ ഓഫ് ഇൻഡിവിജ്വൽ ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഇൻഡിവിജ്വലിന് ഒരു ഓർഗനൈസേഷനിൽ എത്രമാത്രം റോൾ ഉണ്ട്, അതോടൊപ്പം തന്നെ ഒരു ഗ്രൂപ്പിന് ഒരു ഓർഗനൈസേഷനിൽ എത്രമാത്രം റോൾ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ഇഗ്നോർഡ് ഓൾ ടുഗദർ, നമ്മൾ ഇൻഡിവിജ്വലിനെ ചിലപ്പോൾ നമ്മൾ ഇഗ്നോർ ചെയ്തെന്ന് വരാം, പക്ഷേ നമ്മൾ എവിടെയാണ് അറ്റൻഷൻ എവിടെയൊക്കെ കൊടുക്കണം എന്നുള്ളതൊക്കെ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് നോക്കുന്നതായിരിക്കും. വളരെ കുറച്ച് റൈറ്റേഴ്സ് ആണെങ്കിലും മാനേജേഴ്സ് ആണെങ്കിലും മാത്രമേ ഇൻഡിവിജ്വൽസിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ടുള്ളൂ. സാധാരണ ഒരു ഓർഗനൈസേഷനിൽ ഒരു ഇൻഡിവിജ്വലിന് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല, ഗ്രൂപ്പിനോ അവരുടെ വർക്കിനോ ഒക്കെ ആയിരിക്കും ഇമ്പോർട്ടൻസ്. അപ്പൊ അങ്ങനെ മാനേജ്മെന്റ് ഏരിയയിലാണെങ്കിലും ഒക്കെ ഓർഗനൈസേഷന്റെ പോയിന്റിലാണെങ്കിലും ധാരാളം റൈറ്റേഴ്സും ധാരാളം മാനേജേഴ്സും ഒക്കെ ഇങ്ങനെ എമർജ് ചെയ്ത് വരുന്ന ഒരു കാലഘട്ടമാണ്. അതിൽ നിന്ന് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കും, വളരെ കുറച്ച് റൈറ്റേഴ്സും വളരെ കുറച്ച് മാനേജേഴ്സും മാത്രമേ ആർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളൂ, ഇൻഡിവിജ്വലിന്, അതോടൊപ്പം തന്നെ ഗ്രൂപ്പിന്, അതുപോലെ തന്നെ സോഷ്യൽ പ്രോസസ്സിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളൂ. അവര് ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നു, ഇൻപുട്ട് ഇങ്ങനെയാണ്, ഔട്ട്പുട്ട് അങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് കൂടുതലായിട്ട് സ്റ്റഡി ചെയ്തിട്ടുള്ളത്. വളരെ റയർ പീപ്പിൾ മാത്രം അവിടെയുള്ള എംപ്ലോയീസിനെ കുറിച്ച്, എംപ്ലോയി ഗ്രൂപ്പിനെ കുറിച്ച്, സോഷ്യൽ പ്രോസസ്സിനെ കുറിച്ചൊക്കെ സ്റ്റഡി ചെയ്യുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് റോബർട്ട് ഓവൻ. നിങ്ങൾക്ക് ഞാൻ ഇന്നലെ പറഞ്ഞു, കോർപ്പറേഷൻ പഠിച്ചവർക്ക് അത് അറിയാം, അല്ലാത്തവര് നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടായിരിക്കുമല്ലോ അല്ലെ. റോബർട്ട് ഓവൻ എന്ന് പറയുന്നത് ആദ്യമായിട്ട് കോർപ്പറേഷൻ ഈ ലോകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഒരു സാധാരണ ഒരു മില്ലിൽ വർക്ക് ചെയ്യുന്ന ഒരു ആളായിരുന്നു. ഫോർച്ചുനേറ്റ്ലി അദ്ദേഹം ഒരു റിച്ച് മിൽ ഓണറുടെ മകളെയാണ് മാരേജ് ചെയ്തത്. അങ്ങനെ ആ മില്ലിന്റെ ഒക്കെ നടത്തിപ്പ് അദ്ദേഹത്തിന് കിട്ടി. അപ്പൊ അദ്ദേഹം വർക്ക് ചെയ്യുമ്പോഴും അതുപോലെ മില്ല് ഫാക്ടറി വർക്ക് ചെയ്യുമ്പോഴും അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, എല്ലാ എംപ്ലോയീസും അൺസാറ്റിസ്ഫൈഡ് ആണെന്ന് മനസ്സിലായി. അതായത് വർക്കേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ തൊട്ട് പണിയാണ്, ഒരു റെസ്റ്റും ഇല്ല, ഒരു ലീഷറും ഇല്ല, ഒരു വെൽഫെയറും ഇല്ല, ഒന്നുമില്ല, വർക്ക് 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 മാത്രമേ ഉള്ളൂ. അപ്പൊ ഇദ്ദേഹത്തിന് തോന്നി, വർക്കിംഗ് അവേഴ്സ് കുറച്ച് ഇവർക്ക് കുറച്ചും കൂടി മോട്ടിവേഷനും കുറച്ച് ലീഷറും കുറച്ച് പ്ലസന്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഇവരൊക്കെ വളരെ ഹാപ്പി ആയിരിക്കും, അപ്പൊ അവരൊന്നും കൂടി നന്നായി വർക്ക് ചെയ്യുമെന്നുള്ള ഒബ്സർവേഷനിൽ അദ്ദേഹം എത്തി. അങ്ങനെ അദ്ദേഹം ആ മില്ലിന്റെ ഒക്കെ, അദ്ദേഹത്തിന്റെ ഫാദർ ഇൻ ലോ മരിച്ചപ്പോൾ അദ്ദേഹമായി മില്ലൊക്കെ നടത്തുന്നത്. അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ തന്നെ ഫാക്ടറികളിൽ അത് നടപ്പിലാക്കാണ്. അദ്ദേഹത്തിന്റെ ഒബ്സർവേഷനിൽ നിന്ന് കിട്ടിയ ഐഡിയാസ് അദ്ദേഹം നടപ്പിലാക്കാണ്. അദ്ദേഹം ചൈൽഡ് ലേബർ നിരോധിച്ചു, അതോടൊപ്പം തന്നെ വർക്കിംഗ് അവേഴ്സ് 14 അവേഴ്സിൽ നിന്ന് 8 അവേഴ്സ് ആയിട്ട് കുറച്ചു. അങ്ങനെ ഇവർക്ക് കുറെ നേരമൊക്കെ ലീഷർ, കുറെ മറ്റുള്ള കാര്യങ്ങൾ, വർക്കിന്റെ ഇടയിൽ ഭക്ഷണം കഴിക്കാം, അങ്ങനെ അങ്ങനെ കുറെ സ്നാക്സ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അങ്ങനെ കുറേ വെൽഫെയർ മെഷേഴ്സ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ ആ കാലഘട്ടത്തില് അന്ന് അതേപോലെ ഫാക്ടറി നടത്തുന്നവരൊക്കെ ഇദ്ദേഹത്തിന്റെ ഈ പോളിസീസിനോടൊക്കെ ഭയങ്കര എതിർപ്പായിരുന്നു. പക്ഷെ അദ്ദേഹം അതൊന്നും മൈൻഡേ ചെയ്തില്ല. ഇദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്തു. മിറാക്കിൾ എന്ന് പറയട്ടെ, 14 മണിക്കൂർ വർക്ക് ചെയ്തിട്ട് കിട്ടുന്ന ഔട്ട്പുട്ടിനേക്കാളും കൂടുതലായിരുന്നു 8 മണിക്കൂർ വർക്ക് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് അത് എന്താണെന്ന് മനസ്സിലാവല്ലോ.
ഉം. അപ്പൊ അദ്ദേഹമാണ് ആദ്യമായിട്ടുള്ളൊരു ഇൻഡസ്ട്രിയലിസ്റ്റ്. ഇൻഡസ്ട്രിയൽ വർക്കേഴ്സിന്റെ കണ്ടീഷൻസ് ഒക്കെ ചേഞ്ചസ് വരുത്താനായിട്ട് അദ്ദേഹമാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് 19th സെഞ്ചുറിയിൽ. പിന്നെ 20th സെഞ്ചുറിയിൽ ഇങ്ങനെയുള്ള ഏരിയയിൽ കുറെ ഇമ്പോർട്ടൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത് ജർമ്മൻ സൈക്കോളജിസ്റ്റ് ഹ്യൂജോ മസ്റ്റർബർഗ് എന്ന് പറഞ്ഞ അദ്ദേഹമാണ്. അദ്ദേഹം സൈക്കോളജി ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതാണ്. അദ്ദേഹത്തിനും ഇങ്ങനെ കുറെ ഇൻസൈറ്റ്സ് ഒക്കെ ഉണ്ടായി. മോട്ടിവേഷനും റിക്രൂട്ട്മെന്റും ന്യൂ എംപ്ലോയീസിനെയൊക്കെ എങ്ങനെയാണ് റിക്രൂട്ട് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ അദ്ദേഹവും പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ഒരു മാഡമാണ് വന്നിട്ടുള്ളത്, മേരി പാർക്കർ ഫോളറ്റ്. അത് നിങ്ങൾ മാനേജ്മെന്റിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ആ മാഡത്തിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരിക്കും. ആ മാഡത്തിന്റെ ഇതിൽ ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസ് ആയിരിക്കണം ഫോളോ ചെയ്യേണ്ടത്. മാനേജ്മെന്റ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും മേരി പാർക്കർ കൂടുതലായിട്ടൊരു സോഷ്യൽ വർക്കർ ആയിരുന്നു. അദ്ദേഹം പുവർ പീപ്പിളിന്റെ ഇടയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ഈ മാഡത്തിൻ്റെതനുസരിച്ച് മാനേജ്മെന്റില് അധികം കരിയർ ഒന്നും ഉണ്ടായിരുന്നില്ല. കുറേ ഒബ്സർവേഷൻസും ഒക്കെ നടത്തിയിട്ട് 1920s-ലും 1930s-ലും കുറെ കാര്യങ്ങളൊക്കെ മേരി പാർക്കർ ഫോളോ ചെയ്തിട്ടുണ്ട്. മേരി പാർക്കറുടെ ഒബ്സർവേഷനിൽ ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റില് എന്തൊക്കെയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്? പവർ, കോൺഫ്ലിക്റ്റ്, ലീഡർഷിപ്പ്. ഈ 3 കാര്യങ്ങളാണ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റിൽ വരുന്നത്. അതായത് പവർ ഉണ്ടായിരിക്കും കുറച്ചു പേർക്ക്, അവരുടെ പവർ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അതനുസരിച്ച് അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും, ചിലപ്പോൾ അവിടെ ലീഡർഷിപ്പ് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. അപ്പൊ ഇത് 3ഉം സോൾവ് ചെയ്യുകയാണെങ്കിൽ ആ ഓർഗനൈസേഷനിൽ വളരെ നല്ലൊരു സിറ്റുവേഷൻ ഉണ്ടാക്കാമെന്നായിരുന്നു മേരി പാർക്കർ ഫോളറ്റിന്റെ ഇതിൽ വരുന്നത്. അങ്ങനെ റോബർട്ട് ഓവന്റെ, മസ്റ്റർബർഗിന്റെ, മേരി പാർക്കർ ഫോളറ്റിന്റെ അങ്ങനെയൊക്കെ ഉള്ളത് കുറച്ചു പേരുടെ മാത്രം വ്യൂ പോയിന്റ്സ് ആയിരുന്നു. അന്ന് മൈനോറിറ്റി വ്യൂ പോയിന്റ്സ് ആയിരുന്നു. വൈഡ്ലി അത് അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല. മറ്റുള്ള മാനേജേഴ്സ് ഒക്കെ അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് അവർക്കൊക്കെ അതൊന്നും അവര് അത്രയ്ക്കും മുഖവിലേക്ക് എടുത്തില്ല. അങ്ങനെ മാനേജ്മെന്റിന്റെ പെർസെപ്ഷൻസ് ഒക്കെ കുറെയൊക്കെ മാറി 1930s-ലെ കുറേ റിസർച്ച് സ്റ്റഡീസ് ഈ ഏരിയയിലൊക്കെ നടന്നു. അങ്ങനെ OB ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1940s-ലാണ് അങ്ങനെ OB എമർജ് ചെയ്തത്. ഓക്കെ. The discussion of major findings of research is relevant to the development of OB as follows. അങ്ങനെ ഇങ്ങനെയുള്ള മാനേജേഴ്സ്, അതുപോലെ തന്നെ സയന്റിസ്റ്റുകൾ, സോഷ്യൽ വർക്കേഴ്സ്, റൈറ്റേഴ്സ്, അവരുടെയൊക്കെ ഇങ്ങനെ കുറേ കാലത്തെ പരിശ്രമ ഫലമായിട്ട് കുറേ ഡിസ്കഷൻസും അതൊക്കെ നടന്നു. അതിൽ വരുന്നതാണ് ഹോത്രോൺ സ്റ്റഡീസ്, റിലേ റൂം എക്സ്പെരിമെന്റ്സ് ഇൻ ഇന്റർവ്യൂവിംഗ് വർക്കേഴ്സ്, ബാങ്ക് വയറിംഗ് എക്സ്പെരിമെന്റ്സ്, ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച്. അതിൽ ഹോത്രോൺ സ്റ്റഡീസ് എന്ന് പറയുന്നത് വലിയൊരു റിസർച്ച് പ്രോഗ്രാമാണ്. നിങ്ങളത് മാനേജ്മെന്റിൽ പഠിച്ചിട്ടുണ്ട്. ഹ്യൂമൻ റിലേഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളതാണ്. വലിയൊരു റിസർച്ച് പ്രോഗ്രാമാണ്. അത് കണ്ടക്ട് ചെയ്തത് 1927-നും 1932-ന്റെ ഇടയിൽ 5 വർഷം റിസർച്ച് ചെയ്തതാണ്. അതായത് ചിക്കാഗോയില് ഒരു വെസ്റ്റേൺ ഇലക്ട്രിക്സ് ഹോത്രോൺ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഉണ്ട്. ആ പ്ലാന്റിലാണ് ഈ സ്റ്റഡി കണ്ടക്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഈ സ്റ്റഡിയുടെ പേര് എന്ത്? ഹോത്രോൺ സ്റ്റഡീസ് എന്ന് പേര് വരാനായിട്ടുള്ള കാരണം. അതായത് ഈ പ്ലാന്റിൽ കുറേ പാർട്സ് ആണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ടെലിഫോൺ സ്വിച്ചിങ് സിസ്റ്റംസ്, ടെലിഫോണിന്റെ കുറെ പാർട്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണത്. അവിടെ റിസർച്ച് സോഷ്യൽ സയൻസിൽ, ഈ ലോകത്തിൽ ആദ്യമായിട്ട് സോഷ്യൽ സയൻസിൽ റിസർച്ചിന്റെ ലാൻഡ് മാർക്കാണ് ഇത് ഹോത്രോൺ സ്റ്റഡീസിന്റെ റിസർച്ച്. ഇപ്പൊ സോഷ്യൽ സയൻസിലൊക്കെ കുറേ റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ലോകത്തില് സോഷ്യൽ സയൻസ് ഏരിയയിൽ ഒരു ഹിസ്റ്ററി ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഒരു റിസർച്ച് പ്രോഗ്രാം ആയിരുന്നു ഹോത്രോൺ സ്റ്റഡീസ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ് അത് കണ്ടക്ട് ചെയ്തത്. കുറേ റിസർച്ചേഴ്സ് അതിൽ ഇൻവോൾവ് ആയിരുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയപ്പെടുന്ന വ്യക്തിയായിരുന്നു എൽട്ടൺ മായോ. ഇത് PSCക്കും അതുപോലെ നിങ്ങളുടെ ഇന്റർവ്യൂവിനൊക്കെ ചോദിക്കുന്ന കാര്യമാണ്. ഹോത്രോൺ എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്ത ആരാണെന്ന്? എൽട്ടൺ മായോ. അവർ കുറെ പേരുണ്ടായിരുന്നു. അവരൊക്കെ കൂടിയിട്ടാണ് ഒരു റിസർച്ച് ഡിപ്പാർട്ട്മെന്റിൽ ഇതൊക്കെ കണ്ടക്ട് ചെയ്തത്. ദീസ് പീപ്പിൾ കണ്ടക്ട് എ സീരീസ് ഓഫ് എക്സ്പെരിമെന്റ്സ്. കുറേ എക്സ്പെരിമെന്റ്സ് അവർ കണ്ടക്ട് ചെയ്തു, കുറെ ഒബ്സർവേഷൻസ് കണ്ടക്ട് ചെയ്തു അവരുടെ എംപ്ലോയീസിന്റെ ഇടയിൽ. അതുപോലെ അവർ എംപ്ലോയീസിനെ ഡയറക്റ്റ് ആയിട്ട് ഇന്റർവ്യൂസ് ചെയ്തു. ഏത് കാലഘട്ടത്തില്? 1924 to 1932 വരെയാണ് ഇത് ചെയ്തത്. റിസർച്ച് കണ്ടക്ട് ചെയ്തത് 27 to 32 വരെ. അങ്ങനെ അവര് ഈ എംപ്ലോയീസിനെ ഇടയിൽ എക്സ്പെരിമെന്റ്സും ഒബ്സർവേഷൻസും ഒക്കെ നടത്തി, ഇന്റർവ്യൂസ് ഒക്കെ നടത്തിയതാണ് ഇലുമിനേഷൻ
ഇലുമിനേഷൻ എക്സ്പെരിമെന്റ്സ്, അതുപോലെ തന്നെ റിലേ അസംബ്ലി ടെസ്റ്റ് റൂം എക്സ്പെരിമെന്റ്സ്, എക്സ്പെരിമെന്റ്സ് ഇൻ ഇന്റർവ്യൂവിംഗ് വർക്കേഴ്സ്, ബാങ്ക് വയറിംഗ് റൂം എക്സ്പെരിമെന്റ്സ്, അതൊക്കെ. അതിൽ ഫസ്റ്റ് ആയിട്ടുള്ളതാണ് ഇലുമിനേഷൻ എക്സ്പെരിമെന്റ്സ്. ഇലുമിനേഷൻ എക്സ്പെരിമെന്റ്സ് എന്ന് പറയുന്നത് വാസ് ടു സ്റ്റഡി ദ ഡിഫറെന്റ് ലെവൽസ് ഓഫ് ലൈറ്റിംഗ് ഓൺ പ്രൊഡക്ടിവിറ്റിയില് ലൈറ്റിങ്ങിന്റെ ഇമ്പോർട്ടൻസ്. അതായത് ഒരു ഗ്രൂപ്പ് എടുത്തു, അവിടെ വേർ ദ ലൈറ്റിംഗ് വാസ് നോട്ട് വേരിഡ്. അവിടെ അങ്ങനെ ലൈറ്റിംഗ് വളരെ നല്ല ലൈറ്റിംഗ് ആണ്, ചേഞ്ചസ് ഒന്നും വരുന്നില്ല. എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് എക്സ്പീരിയൻസ്ഡ് ചേഞ്ചസ് ഇൻ ദി ലൈറ്റ് ലെവൽ. ദ റിസൾട്ട്സ് ദീസ് എക്സ്പെരിമെന്റ്സ് ബഫൽഡ് ദ ഇൻവെസ്റ്റിഗേറ്റേഴ്സ്. എക്സ്പെരിമെന്റ് ഗ്രൂപ്പ് എന്ത് ചെയ്തു? ആ ലൈറ്റിംഗിൽ എപ്പോഴും ചേഞ്ചസ് വരുത്തി. അപ്പൊ അതനുസരിച്ച് ഇവരുടെ പ്രൊഡക്ടിവിറ്റിയിൽ മാറ്റം വരുന്നുണ്ടോ എന്ന് നോക്കിയെന്ന ഒരു എക്സ്പെരിമെന്റ്സ് ആയിരുന്നത്. അതായത് ലൈറ്റിംഗ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിന്റെ പ്രൊഡക്ടിവിറ്റി കൂടുന്നു. ലൈറ്റിംഗ് കുറയ്ക്കുമ്പോൾ പ്രൊഡക്ടിവിറ്റി again went up. Lighting for the control group was not changed, but still productivity ലൈറ്റിംഗിൽ ഒരു മാറ്റം വരുത്തിയില്ലെങ്കിൽ എന്ത് വരുന്നുണ്ട്? പ്രൊഡക്ടിവിറ്റിയിലും ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പൊ അവരുടെ റിസർച്ചേഴ്സിന്റെ കൺക്ലൂഷൻ ആയിരുന്നു, ബീങ് പാർട്ട് ഓഫ് ദി എക്സ്പെരിമെന്റ് വിച്ച് ഫോക്കസ്ഡ് ന്യൂ ആൻഡ് ഗ്രേറ്റർ അറ്റൻഷൻ ഓൺ ദി വർക്കേഴ്സ് ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി. അതായത് വർക്കേഴ്സിനെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രൊഡക്ടിവിറ്റി കൂടുന്നു എന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ ഇലുമിനേഷൻ എക്സ്പെരിമെന്റ്സ് കഴിഞ്ഞ് അതിനുശേഷം കുറേ റിസർച്ചേഴ്സ്, ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലൊക്കെ കുറേ റിസർച്ചേഴ്സ് ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സിനെ റിസർച്ച് ചെയ്തു തുടങ്ങി. അതായത് അവർ ഫാക്ടേഴ്സ് എത്രമാത്രം ഹ്യൂമൻ പ്രൊഡക്ടിവിറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്നായിരുന്നു അവരുടെ ഇതായിട്ട് വന്നിട്ടുള്ളത്. അതിൽ പ്രൊഡക്ടിവിറ്റി എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്? പീപ്പിൾ വാണ്ടഡ് മോർ ദാൻ മോണിറ്ററി ഇൻസെന്റീവ്സ് ഫോർ വർക്കിംഗ്. അതായത് നോൺ മോണിറ്ററി മെഷേഴ്സും കൊടുക്കുന്നുണ്ട്, മോണിറ്ററി മെഷേഴ്സും കൊടുക്കുന്നുണ്ട്. ഇതിൽ ഏത് കൊടുക്കുമ്പോഴാണ് പ്രൊഡക്ടിവിറ്റി കൂടുന്നത് എന്നുള്ളത് എക്സ്പെരിമെന്റ് ചെയ്തു. അപ്പൊ അതിൽ കൺക്ലൂഷൻ വന്നത് മോണിറ്ററി ബെനിഫിറ്റ്സ് കൊടുക്കുമ്പോഴാണ്. അതുപോലെ തന്നെ അതിൽ വീണ്ടും അവർ സ്റ്റഡി ചെയ്തു, പീസ് വർക്ക് സിസ്റ്റം ആണോ നല്ലത്, ടൈം ബേസ്ഡ് ആണോ വേണ്ടത്, അതിനെയും കുറിച്ച് ഒരു അതൊക്കെ നിങ്ങൾ കോസ്റ്റിംഗിൽ പഠിച്ചില്ലേ. അങ്ങനെ കുറെ ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ടുള്ളതാണ്. ഏതിൽ വരുന്നത്? അത് അതിൽ എഴുതിയിട്ടില്ല അല്ലെ, ഇലുമിനേഷൻ എക്സ്പെരിമെന്റ്സിൽ വരുന്നത്. പിന്നത്തെ എക്സ്പെരിമെന്റ്സ് ആയിരുന്നു റിലേ റൂം എക്സ്പെരിമെന്റ്സ്. റിലേ റൂം എക്സ്പെരിമെന്റ്സ് എന്ന് പറയുന്നത് പിന്നത്തെ ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു റിസർച്ചേഴ്സിന്റെ ടു സ്റ്റഡി വർക്കേഴ്സ് സെഗ്രിഗേറ്റഡ് ഓൺ ദി ബേസ് ഓഫ് എ ഡിഫറെന്റ് റേഞ്ച് ഓഫ് വർക്കിംഗ് കണ്ടീഷൻ വേരിയബിൾസ്. പലർക്കും പല വർക്കിംഗ് കണ്ടീഷൻസ് ആയിരിക്കും ആണ്. ഇപ്പൊ മാനേജേഴ്സിന്റെ വർക്കിംഗ് കണ്ടീഷൻസ് വേറെ ആയിരിക്കും, മിഡിൽ ലെവലിൽ വർക്ക് ചെയ്യുന്നവരുടെ കണ്ടീഷൻസ് വേറെ ആയിരിക്കും, ലോവർ ലെവലിലുള്ളവരുടെ വർക്കിംഗ് അപ്പൊ അതനുസരിച്ച് സെഗ്രിഗേറ്റ് ചെയ്തു, ഗ്രൂപ്പായിട്ട് തരംതിരിച്ചു. അപ്പൊ അങ്ങനെ നോക്കിയിട്ട് അവരെ ടെസ്റ്റ് ചെയ്യാണ്. അവര് 13 വേരിയബിൾസ്, അതായത് വർക്ക് പ്ലേസ്, മെത്തേഡ് ഓഫ് പേയ്മെന്റ്, റെസ്റ്റ് പോസസ്, ലെങ്ത് ഓഫ് വർക്ക് ഡേ, വർക്ക് ഷെഡ്യൂൾ, അങ്ങനെയൊക്കെ ചേഞ്ചസ് വരുത്തുമ്പോൾ അത് പ്രൊഡക്ടിവിറ്റിയിലെ എങ്ങനെയാണ് മാറ്റങ്ങൾ വരുന്നുള്ളതാണ് ഇതിൽ സ്റ്റഡി ചെയ്തത്. അതായത് ഓരോ ഗ്രൂപ്പിനെ ഓരോ റൂമിലാക്കിയിട്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ഇതിലൊക്കെ ചേഞ്ചസ് വരുത്തുമ്പോൾ, അതായത് ഇതിലൊക്കെ മാറ്റങ്ങൾ, വേരിയബിൾസിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ അതും എന്തിലേക്ക് നയിക്കുന്നുണ്ട്? ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാനായിട്ട് ചാൻസ് വരുന്നുണ്ട്. അടുത്തതാണ് എക്സ്പെരിമെന്റ്സ് ഇൻ ഇന്റർവ്യൂവിംഗ് വർക്കേഴ്സ്. പിന്നെ അവർ ചെയ്തതാണ് ഇന്റർവ്യൂവിംഗ് വർക്കേഴ്സ്. 1928 നമ്പർ ഓഫ് റിസർച്ചേഴ്സ് ഡയറക്റ്റ് ആയിട്ട് ആരായിട്ട് കോണ്ടാക്ട് ചെയ്തു? വർക്കേഴ്സ് ആയിട്ട് കോണ്ടാക്ട് ചെയ്തു. അവരുടെ പ്രീവിയസ് എക്സ്പെരിമെന്റ്സ് ഒക്കെ നോക്കിയിട്ട് അവരോട് അതിനെക്കുറിച്ച് സംസാരിച്ചു, അവരുടെ ഒപ്പീനിയൻസ് ചോദിച്ചു, അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് മനസ്സിലായി. അതിന് വേണ്ടിയിട്ട് അവർ 20,000 വർക്കേഴ്സിനെയാണ് 2 വർഷം കൊണ്ട് അവർ ഇന്റർവ്യൂ ചെയ്തത്. അപ്പൊ നോക്കിയപ്പോ പ്രീവിയസ് എക്സ്പെരിമെന്റ്സ് വളരെ വ്യത്യസ്തമാണ് ഇന്റർവ്യൂ, ഡയറക്റ്റ് ആയിട്ട് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ. അപ്പൊ അതിൽ നിന്ന് അവർക്ക് മനസ്സിലായി എംപ്ലോയീസിന്റെ പെർസെപ്ഷൻസ് ഒക്കെ വളരെ വ്യത്യാസമാണ്. ഇന്റർവ്യൂവേഴ്സ് സെറ്റ് ഔട്ട് ടു സ്കിൽഫുള്ളി ലിസൺ ആൻഡ് ദ വർക്കർ വാസ് സേയിങ് അബൌട്ട് ഹിംസെൽഫ് ആൻഡ് ജോബ്. ഇവര് ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ ഇവരോട് ഓരോന്ന് ചോദിക്കുന്നു, ജോബിനെ പറ്റിയിട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവര് പറയുന്നത് ഇവര് വളരെ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നു. അങ്ങനെ ഇവര് പ്രീവിയസ് ആയിട്ടുള്ളത് എന്തൊക്കെയാണ് ഒരു എക്സാമിൻ ചെയ്യാത്തത്, ഡിസ്കവർ ചെയ്യാത്തിട്ടുള്ളത്, അതൊക്കെ ഇവർക്ക് പേഴ്സണൽ ഇന്റർവ്യൂ ചെയ്തിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ ഡിസ്കവറി ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ, അങ്ങനെയാണ്
എന്ത് വന്നത് അവിടെ? ഇൻഫോർമൽ ഓർഗനൈസേഷന്റെ കണ്ടുപിടുത്തം വന്നിട്ടുള്ളത്. നമ്മളിപ്പോ ഹെൻറി ഫയോളിന്റെ ഒക്കെ പ്രിൻസിപ്പിൾസിൽ ഫോർമൽ ഓർഗനൈസേഷൻ, ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പണ്ട് കാലത്ത് അങ്ങനെ ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷനേ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള സ്റ്റഡി നടത്തിയിട്ടാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ വന്നത്. അങ്ങനെ ഡിസ്കവറി ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ്സ് റിലേഷൻഷിപ്പ് ടു ദ ഫോർമൽ ഓർഗനൈസേഷൻ വാസ് എ ലാൻഡ് മാർക്ക് ഓഫ് എക്സ്പെരിമെന്റ്സ് ഇൻ ഇന്റർവ്യൂവിംഗ് വർക്കേഴ്സ്. അങ്ങനെ വർക്കേഴ്സിനെ ലോകത്തിലെ ആദ്യമായിട്ട് ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള എക്സ്പെരിമെന്റ്സ് ആണ്. അതിന്റെ ഔട്ട്പുട്ട് ആയിരുന്നു, അതിന്റെ റിസൾട്ട് ആയിരുന്നു ഡിസ്കവറി ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ്സ് റിലേഷൻഷിപ്പ് ടു ഫോർമൽ ഓർഗനൈസേഷൻ. അത് വളരെ ട്രെമൻഡസ് ചേഞ്ചസ് OBയിലെ ഓർഗനൈസേഷനിൽ വരുത്തിയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ്സ് ആണ്. അങ്ങനെ ഈ എക്സ്പെരിമെന്റ്സിന്റെ ഫലമായിട്ട് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി സോഷ്യൽ ആൻഡ് ഇന്റർപേഴ്സണൽ ഡൈനാമിക്സ് ഓഫ് പീപ്പിൾ അറ്റ് വർക്ക്, നല്ല ഇന്റർപേഴ്സണൽ ആയിട്ടും സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻസ് വന്നു. പിന്നെ അടുത്തതാണ് ബാങ്ക് വയറിംഗ് എക്സ്പെരിമെന്റ്സ്. വേറൊരു എക്സ്പെരിമെന്റ് ആയിരുന്നു റിസർച്ചേഴ്സ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ഈ എക്സ്പെരിമെന്റ് അനുസരിച്ച് ഇൻഫോർമൽ വർക്ക് ഗ്രൂപ്പിനെ ഒബ്സർവ് ചെയ്യുന്നു. ഇൻഫോർമൽ വർക്ക് ഗ്രൂപ്പ്. ഇപ്പൊ ഞാൻ വേറെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലാണ് എന്നാലും നിങ്ങളൊക്കെ കൊമേഴ്സിൽ, എന്നാലും നിങ്ങൾ എന്തുണ്ടായിരിക്കും, സയൻസിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ആയിട്ട് കൂട്ടുണ്ടായിരിക്കും അല്ലെ? പക്ഷെ അത് വർക്ക് ഗ്രൂപ്പ് അല്ല. അതുപോലെ ഞാനിപ്പോ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ ടീച്ചേഴ്സ് ആയിട്ട് നല്ല കൂട്ടാണ്. അറ്റ് ദ സെയിം ടൈം വേറെ ഡിപ്പാർട്ട്മെന്റിലെ ടീച്ചേഴ്സ് ആയിട്ടും കൂട്ടുണ്ടായിരിക്കും. അപ്പൊ എന്തുണ്ടായിരിക്കും? വർക്ക് ഗ്രൂപ്പ് അല്ല, അങ്ങനെയുള്ള റിലേഷൻ ഇൻഫോർമൽ വർക്ക് ഗ്രൂപ്പ്. അതിനെ കുറിച്ചിട്ട് അവര് എക്സ്പെരിമെന്റ് ചെയ്യണം, ഒബ്സർവ് ചെയ്യാണ്. Through these experiments, the researchers found that the behavioral norms set by the work group had a powerful influence over the productivity. ഇതിൽ നിന്ന് ഇവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു, ഭയങ്കര ഇൻഫ്ലുവൻസ് ആണ് പ്രൊഡക്ടിവിറ്റിയിൽ. ഇതിന്റെ ഇത് കൂടും തോറും പ്രൊഡക്ടിവിറ്റി കപ്പാസിറ്റി കൂടുന്നുണ്ട്. അങ്ങനെ ഈ എക്സ്പെരിമെന്റ് കൺഫേം ചെയ്തു ഇഫക്റ്റ് ഓഫ് ദി പവർ ഓഫ് ദി പിയർ ഗ്രൂപ്പ്. നല്ലൊരു ഫ്രണ്ട്ലി ഗ്രൂപ്പ് അവിടെ ഉണ്ടെങ്കിൽ അവിടെ എന്ത് വരുന്നതായിരിക്കും? നല്ല ഗ്രൂപ്പ് ബിഹേവിയറും വരുന്നതായിരിക്കും, പ്രൊഡക്ടിവിറ്റിയും വരുന്നതായിരിക്കും. അങ്ങനെ ഹോത്രോൺ സ്റ്റഡീസ് ഹാവ് ബീൻ ക്രിട്ടിസൈസ്ഡ് ബൈ ദ പീപ്പിൾ. കുറെ പേരൊക്കെ അത് ക്രിട്ടിസൈസ് ചെയ്തു. ക്രിട്ടിസൈഡ് ഡെഫിഷ്യൻസീസ് ഇൻ ദ റിസർച്ച് മെത്തേഡ്സ്, ഡിസൈൻ ആൻഡ് റിസർച്ച് റിസൾട്ട്സ്. പക്ഷെ ഹോത്രോൺ സ്റ്റഡീസിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് ഓർഗനൈസേഷനിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. കനോട്ട് ബി ഡിമിനിഷ്ഡ് ബൈ സച്ച് ക്രിറ്റിസിസം. അതിന്റെ ക്രിറ്റിസിസം ഒന്നിനെയും കുറച്ചില്ല. ഇതിന്റെ കൺക്ലൂഷൻ നമുക്ക് കാണുമ്പോൾ റിസർച്ചേഴ്സ് കാണുന്നത് സ്റ്റഡീസ് വേർ ആൻ ഇംപെറ്റസ് ഓൺ ദ ഫർദർ ഡെവലപ്പിംഗ് ഫോർ അവർ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ഓർഗനൈസേഷൻ ബിഹേവിയർ. OBനെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു അവസരമായിരുന്നു ഏത് സ്റ്റഡി? ഹോത്രോൺ എക്സ്പെരിമെന്റ്സ് എന്നുള്ളത്. ഇനി അടുത്താണ് ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച്. അടുത്ത ദിവസം എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.